പ്രവാസ ലോകത്ത് ഒരുപാട് പ്രയാസപ്പെടുന്ന കഷ്ടപ്പെടുന്ന പ്രവാസികളെ സംബന്ധിച്ച് നമ്മൾ സാധാരണ പറയാറുണ്ട് ഉരുകി തീർന്നവർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. മെഴുകുതിരി പോലെയാണ് അവർ സ്വയം കത്തുകയും മറ്റുള്ളവർക്ക് പ്രകാശം നൽകുകയും എന്നാൽ അവർ സ്വയം വേദനിക്കുകയും ചെയ്യുന്ന രംഗമാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ ഇന്ന് പറയുന്ന കാര്യം ഇങ്ങനെയല്ല, മറിച്ച് തൻ്റെ സ്ഥാപനത്തിൽ, തൻ്റെ കമ്പനിയിൽ, തൻ്റെ ഹോട്ടലാകട്ടെ, സൂപ്പർ മാർക്കറ്റാകട്ടെ, എവിടെയാകട്ടെ, അങ്ങനെയുള്ള ജോലി സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ വളരെ പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അതായത് ഒരു 6 മാസം കൊണ്ട് അവൻ്റെ പടലം തെറ്റും. 6 മാസം കൊണ്ട് നാട്ടിൽ പോകേണ്ട അവസ്ഥയുണ്ടാവും. അത്രയും പ്രയാസപ്പെട്ട് ജോലി എടുക്കുന്ന ആളുകളെ കാണാൻ വേണ്ടി സാധിക്കും. എന്നാൽ കമ്പനി അത്രത്തോളം ഭാരം അദ്ദേഹത്തിന് കൊടുക്കുന്നില്ല, ആ സ്ഥാപനം അത്രത്തോളം ഭാരം അദ്ദേഹത്തിന് നൽകുന്നില്ല. പക്ഷേ അദ്ദേഹം സ്വയം ഏറ്റെടുക്കുകയാണ് വലിയ ഭാരം. ഇപ്പോൾ ചില ആളുകൾ പറയാറുണ്ട്, എടുക്കാൻ പറ്റുന്ന വെയിറ്റ് മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ, എടുക്കാൻ പറ്റുന്ന സാധിക്കുന്നത്രേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. സാധിക്കുന്നതിൽ ഉപരിയായുള്ള വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുക്കാൻ പോകും. എന്നിട്ടത് നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കാത്തത്ര പ്രയാസപ്പെടുന്ന അവസ്ഥയിലൂടെ കടന്നു പോകാറുണ്ട്. ചില ആളുകൾ വെറുതെ അവർ തന്നെ, ഇപ്പോൾ നമ്മൾ കാണാം, പുതിയ ആളുകളൊക്കെ ഇപ്പോൾ ജോലിക്കൊക്കെ വന്നാൽ ചില സ്ഥാപനത്ത് 1, 2, 3 പ്രാവശ്യം നമ്മൾ കാണിച്ചു കൊടുക്കുക. പക്ഷേ അത് കാണിച്ചു കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നിടത്തേക്ക് എത്തണം. മറിച്ച് നമ്മൾ തന്നെ അത് വീണ്ടും വീണ്ടും ചെയ്തിട്ട് നമ്മളെ ജോലി തന്നെ ആയി മാറരുത്. പലപ്പോഴും പല സ്ഥാപനത്തിലും നമ്മളൊരാളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോകും. ചില സ്ഥാപനം, പ്രത്യേകിച്ച് ഹോട്ടൽ മേഖലകളിൽ, നിങ്ങൾക്കറിയാം, നിരവധി വർഷങ്ങളായി ഹോട്ടൽ മേഖലയിൽ ഞാൻ പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇവിടെ ഹോട്ടൽ മേഖലയിൽ പ്രത്യേകിച്ചും നമ്മൾ 4 5 ദിവസം കാണിച്ചു കൊടുത്ത് എന്നിട്ട് നമ്മൾ തന്നെ അത് ഒരാഴ്ച ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മൾ ജോലിയായി മാറും. അത് എല്ലായിടത്തും അങ്ങനെ ഏകദേശം അങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെ പറ്റാത്തത്രയും വലിയ ഭാരം എടുത്ത് തലയിൽ വെക്കുന്ന അവസ്ഥ, പിന്നീട് അത് കൊണ്ടു നടക്കാൻ പറ്റാത്ത അവസ്ഥ നമുക്ക് വരാറുണ്ട് പലപ്പോഴും. അങ്ങനെ മറിച്ച് നിങ്ങൾക്ക് പറ്റുന്നത്ര ഭാരം നിങ്ങൾ എടുത്താൽ മതി. പലപ്പോഴും നമ്മൾ വിചാരിക്കും, ചില ആളുകൾ വിചാരിക്കുന്നത് മറ്റുള്ള മുമ്പിൽ ഞാൻ വലിയ ആളാണ്, നല്ല ജോലിക്കാരനാണ് എന്ന് വിചാരിക്കണമെന്ന് കരുതി പണിയെടുക്കും എന്ന് കരുതി അങ്ങനെ അഡമടലം നമ്മൾ പറയാറുണ്ട്. ശരിക്കും പിന്നെ പട്ടിയെ പോലെ പണിയെടുക്കുന്നൊക്കെ പറയാറുണ്ട്. ശരിക്കും പട്ടി എന്താ പണിയെടുക്കുന്നതെന്ന് അറിയില്ല, മറിച്ച് അങ്ങനെ പറയാറുണ്ട് നമ്മൾ, പ്രത്യേകിച്ച് മലയാളികൾ. അപ്പോൾ ഇവിടെ അങ്ങനെ അത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. കമ്പനി അത് ആഗ്രഹിക്കുന്നില്ല, അതിൻ്റെ മാനേജ്മെൻറ്റോ മുതലോ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. പക്ഷേ ഈ വ്യക്തിയാണെങ്കിൽ എല്ലാവരും മുമ്പിൽ ഞാൻ ഭയങ്കര ജോലിക്കാരാണ്, ഞാൻ പോയാൽ എല്ലാം അടിപടലം തെറ്റുമെന്ന് കരുതി, ഞാൻ പോയാൽ എല്ലാം കഴിഞ്ഞ കഥ, അങ്ങനെ പണിയെടുക്കുന്നതിന് പണിയെടുക്കുന്ന ആളുണ്ട്. പക്ഷേ ഓൻ പോയാൽ എനിക്ക് പോയിന്നേ ഇല്ലൂ. ഓൻ പോയാൽ പകരം വേറൊരാൾ ചെയ്യും. കമ്പനിയിൽ അല്ലെങ്കിൽ സ്ഥാപനത്തിൽ വേറൊരാൾ ജോലി ചെയ്യും. നമ്മളങ്ങനെ വെറുതെ ചിന്തിച്ച് വെറുതെ ആകുലതപ്പെട്ട് ഒരുപാട് വർക്കുകൾ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ശരീരത്തിന് റെസ്റ്റ് ആവശ്യമാണ്, പണിയെടുക്കണം, റെസ്റ്റ് എടുക്കണം. ചിലപ്പോൾ ചില ആളുകൾ കാണാം റെസ്റ്റ് ഇല്ലാത്ത ഇങ്ങനെ പണിയെടുക്കും. പണിയെന്ന് വെച്ചാൽ സംഭവം പലപ്പോഴും ഒരു നേക്കാണ്. പലപ്പോഴും ചില ആളുകൾ പറയാറുണ്ട് നേക്ക് നോക്കിയിട്ടിരുന്ന് നമ്മളെ പണി നടക്കും. പക്ഷേ നേക്കെന്ന് വെച്ചാൽ പണിയെടുക്കാതിരിക്കലല്ല, മറിച്ച് എടുക്കുന്ന പണി ഏതേത് സമയത്താണോ അതത് പണിയെടുക്കേണ്ടത് ആ സമയത്ത് ആ പണിയെടുക്കുക. അതുപോലെ കമ്പനി ആവശ്യപ്പെടുന്ന, മുദീർ ആവശ്യപ്പെടുന്ന, മുതലാളി ആവശ്യപ്പെടുന്ന, മാനേജർ ആവശ്യപ്പെടുന്ന ആ ജോലികൾ മാത്രം ചെയ്യുക. അനാവശ്യമായ ഒരുപാട് ജോലികൾ അല്ലെങ്കിൽ മറ്റവൻ്റെ ജോലിയോ എടുക്കാതിരിക്കുക, അതൊക്കെ ഒരു നേക്കെന്ന് പറയുന്നത്. അല്ലാതെ ഇപ്പോൾ നേക്കെന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കുകയല്ല, മറിച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ചില ആളുകൾ സാമ്പത്തികമായിട്ട് അങ്ങനെ, ഇപ്പോൾ സാമ്പത്തികമായിട്ട് പ്രവാസ ലോകത്തിലെ ചില ആളുകളെ കാണാൻ വേണ്ടി സാധിക്കും. കുടുംബത്തിന് വേണ്ടി ഭയങ്കരമായി കഷ്ടപ്പെടും, ഭയങ്കര പൈസ അയച്ചു കൊടുക്കും, നാട്ടിലുള്ളവർക്ക് പൈസ അയച്ചു കൊടുക്കും, കുടുംബത്തിലേക്ക് പൈസ അയച്ചു കൊടുക്കും, മൊത്തം കടത്തിലായിരിക്കും. എന്നാലും ഒരു ആടെ സഹായിക്കാൻ ആടെ കൊടുത്ത് ഇവിടെ കൊടുത്ത് അങ്ങനെ പറഞ്ഞ് പിറ്റേത് ആഴ്ച നോക്കുമ്പോൾ നമ്മളതിലൊന്നുമില്ല. അങ്ങനത്തെ അവസ്ഥയിലുള്ള ആളുകളുണ്ട് പലപ്പോഴും. കുടുംബത്തിന് വേണ്ടി കുടുംബത്തിൻ്റെ എല്ലാ കാര്യവും ഏറ്റെടുക്കുന്ന ആളുകൾ. ഇപ്പോൾ കൊടുക്കേണ്ട, കുടുംബത്തിന് ഇതാക്കേണ്ട എന്നല്ല, മറിച്ച് എല്ലാ ഉത്തരവാദിത്വം പൂർണ്ണമായി ഏറ്റെടുത്ത് ഞാൻ ചെയ്യും. അപ്പോൾ അത് സയൻറ്റിഫിക്കലി എന്താ നടക്കുന്നത് എവിടെ വെച്ചാൽ അദ്ദേഹത്തിന് ആ കുടുംബത്തിലും അവിടെ നാട്ടിലും കുടുംബത്തിലൊക്കെ വലിയൊരു പേരും നിലയും വേണമെന്ന് കരുതി അദ്ദേഹം ഇങ്ങനെ കഷ്ടപ്പെടുക. അതുകൊണ്ട് 2 3 വർഷം അദ്ദേഹത്തിന് നാട്ടിലേക്ക് പോകാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിൻ്റെ കടവും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊന്നും സെറ്റായി വരേണ്ടത് വന്നിട്ട് ഒരു 50,000 30,000 ഒരു ബാലൻസ് വേണ്ട കഴിയുമ്പോൾ നാട്ടിലേക്ക് പോകാൻ. അപ്പോൾ അത്രയും മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിച്ചിട്ട് ഒരുക്കി തീർന്നു. അതിലൂടെ അദ്ദേഹത്തിന് വലിയ സമാധാനം, ശാന്തി എന്താ കിട്ടുന്നത് നമുക്കറിയില്ല. പക്ഷെ അങ്ങനെയും ചെയ്യരുത്. നിങ്ങളെ ആവശ്യത്തിനും, ഇപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ കാര്യം നമ്മളെ ഭാര്യയ്ക്കും മക്കൾക്കും അതേപോലെ നമ്മളെ മാതാവിനും പിതാവിനും അവർക്കൊക്കെ ഒന്നും കൊടുക്കാതെ കുടുംബത്തിലെ മൊത്തം ആളുകളെ സഹായിക്കുന്ന എല്ലാ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അതിനെക്കൊണ്ട് വലിയൊരു പ്രയോജനമുണ്ടെന്ന് ഞാൻ പേഴ്സണലി ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നാറില്ല. മറിച്ച് നമുക്ക് പറ്റുന്നത്ര റിസ്കുകൾ മാത്രം എടുക്കുക, പറ്റുന്നത്രയും മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങളുടെ കൈവിൽ പെട്ടത് മാത്രമേ നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ, അതിനപ്പുറം നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. പലപ്പോഴും പല പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ സമാധാനിപ്പിച്ച് പറയാറുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്കും അവൻ്റെ കൈവിൽ ഉപരിയായുള്ളൊരു പ്രയാസം നൽകില്ല. ഇപ്പോൾ കാലാവസ്ഥ വ്യതിയാനമൊക്കെ വരുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ഭയങ്കര തണുപ്പിൻ്റെ കാലാവസ്ഥ വരുമ്പോൾ കാലത്ത് ശപിക്കുന്ന ആളുകളുണ്ട്. ഈ തണുപ്പിനെ അല്ലെങ്കിൽ മഴക്കാലം വരുമ്പോൾ 4 ദിവസം മഴ പെയ്താൽ മതി, എപ്പോൾ തുടങ്ങും ആൾക്കാർ ശപിക്കാൻ. പക്ഷേ കാലത്ത് നിങ്ങൾ ചീത്ത പറയരുത്, ശപിക്കരുത്.
അതുപോലെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മളെ കാലത്തിനനുസരിച്ച് നമ്മൾ മാറാൻ തയ്ക്കണം. കുട മേടിക്കണം, കോട്ട് മേടിക്കണം, അതുപോലെ നല്ലൊരു ജാക്കറ്റ് മേടിച്ചിടണം. അങ്ങനെ തണുപ്പൊക്കെ വരുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ മാറുക ചെയ്യുന്നത്. അതേപോലെ അങ്ങനെയാണ് സത്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. അതേപോലെ നമ്മൾ ജോലി ചെയ്യുന്നിടത്ത് നമ്മൾ ചെയ്യുന്ന പുതിയ സ്ഥാപനമായാലും ഹോട്ടലായാലും സൂപ്പർ മാർക്കറ്റ് എന്തായാലും നമ്മൾ അവിടുത്തെ രീതിക്കനുസരിച്ച് സാധാരണ നമ്മൾ ചില ആളുകൾ കാണുന്ന ജോലിയിൽ നേരത്തെ വരും, ഒരുപാട് മണിക്കൂറുകൾ മുമ്പേ അദ്ദേഹം ജോലിക്ക് വരും, എന്നിട്ട് ഒരുപാട് പണിയെടുക്കും. പക്ഷെ അത് വേറൊരാൾ എടുക്കുന്ന സാധാരണ വേറൊരാൾ എടുക്കുന്ന പണിയായിരിക്കും. പക്ഷേ ഇപ്പം പോയിട്ട് എടുത്തിട്ട് എനിക്കല്ല പറ്റും, 4 ദിവസം എടുത്താൽ 5-ാമത്തെ ദിവസം ഡീം. അങ്ങനെയും പണിയെടുക്കരുത്. ആവശ്യത്തിന് മാത്രം എടുക്കുക. കമ്പനിക്ക്, മാനേജറിന്, മുതലാളിക്ക് അവർ പറയുന്ന ജോലി, ആവശ്യത്തിൻ്റെ ജോലി മാത്രം ചെയ്താൽ മതി. അനാവശ്യ ജോലി ചെയ്ത് നമ്മൾ വിചാരിക്കും മറ്റവൻ്റെ മുമ്പിൽ നമുക്ക് ഭയങ്കര സ്ഥാനം, നമുക്ക് വില കിട്ടും. ഒരു കുന്തവും കിട്ടില്ല. നമ്മൾ എത്ര കഷ്ടപ്പെട്ടാൽ നമ്മൾ പരിഹസിക്കാനും കളിയാക്കാനും അവഹേളിക്കാനും, നമുക്ക് ലേസം മാറുമ്പോൾ തെറ്റിക്കുമ്പോൾ നമ്മളെ കുറ്റം പറയാൻ ആളുകളുണ്ടാവും. കാരണം ആളുകൾ നോക്കുന്നത് എപ്പോഴും മഹാഭൂരിഭാഗം ആളുകൾ നോക്കുന്നത് നമ്മളെ കുറവിലേക്കാണ്, നമ്മളെ ക്വാളിറ്റിയിലേക്കോ നന്മയിലേക്കോ അല്ല. ഇനിയിപ്പോൾ നമ്മൾ എത്ര ചെയ്ത് ഇപ്പോൾ ഒക്കെ ഒരു വ്യക്തിപരമായിട്ട് ചില ആളുകൾ നമുക്കറിയാം, ഒരുപാട് കഷ്ടപ്പെടുന്നവരെ കുറിച്ച് പോലും മുതിർന്നമാർക്കാർക്കാരും കൂടെ പണിയെടുക്കുന്നവർക്കാരും നല്ല അഭിപ്രായമില്ല അവർക്ക് പറയാൻ. ഇത്രയും കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നവർക്ക് ഒരു നല്ല അഭിപ്രായം കിട്ടൂല. അത് എടുത്ത സിറ്റുവേഷൻ, ആളുകളുടെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. കുറവുകൾക്ക് മാത്രമേ അധികമായി നോക്കൂ. അതുകൊണ്ട് നമ്മളെ ശരീരവും നമ്മളെ ആരോഗ്യവും അതും നമ്മളെ നിലയും ഇതൊക്കെ നോക്കിയിട്ട് ജോലി ചെയ്താൽ മതി. അതുപോലെ കമ്പനിക്ക് ആവശ്യമുള്ള ജോലി മതി. അതുപോലെ നമുക്ക് ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം മാത്രം ചെയ്താൽ മതി. അതിലുപരിയായി എല്ലാം ചെയ്തിട്ട് പറ്റാത്ത അവസ്ഥ, വലിയ ഭാരം. ഒരാൾ ഇപ്പോൾ പൊറോട്ട പണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 50 പൊറോട്ടയാണ് ഇപ്പോൾ ഒരു സ്ഥലത്ത് 30-40 അടിക്കുന്നതാണ്. 20 അവൻ്റെ കപ്പാസിറ്റി, ആകുമ്പോൾ 50 അടിക്കാൻ നിൽക്കരുത്. എനിക്ക് 20 പറ്റൂ. അപ്പോൾ 20 മാത്രമേ 20 പറ്റൂ. 20 എൻ്റെ കപ്പാസിറ്റി താങ്ങില്ല. അത് നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് എത്ര കപ്പാസിറ്റി ഉണ്ട്, എത്ര നമ്മളെ കൊണ്ട് പറ്റും. ചില ആളുകൾ ഒറ്റക്കന്നെ ഒരുപാട് സമയം കഷ്ടപ്പെടും. ചില സ്ഥാപനത്തൊക്കെ വളരെ ആൾ കുറവാണ് ജോലിക്ക്. അപ്പോൾ അവിടെയൊക്കെ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. അങ്ങനെ എടുത്ത് ശീലമായിട്ട് കഴിഞ്ഞാൽ എടുക്കുന്നവർക്ക് പ്രശ്നമില്ല. പക്ഷേ നമ്മൾ പെട്ടെന്ന് പോയിട്ട് പുതിയ സ്ഥലത്ത് ഒരു ഏൽക്കുമ്പോൾ അങ്ങനെ വലിയൊരു ഉത്തരവാദിത്തം ഏൽക്കരുത്. മറിച്ച് എനിക്ക് ഇത്ര എൻ്റെ കപ്പാസിറ്റി, ഇത്ര എനിക്ക് പറ്റും, അത്ര അല്ലെങ്കിൽ എടുത്തിട്ട് മടുപ്പ് പിടിക്കുന്ന അത്ര പണിയെടുക്കരുത്. വായിക്കുന്നിടത്ത് പോലെ നമ്മൾ പറയാറുണ്ട്, ആദ്യം വായിക്കാൻ തുടങ്ങുന്ന ആളുകളോട് നമ്മൾ പറയാറുണ്ട്, അത് 1 പേജ് 2 പേജ് വായിച്ചാൽ മതി. ഖുർആനെ കുറിച്ചാണ് പറഞ്ഞെങ്കിൽ പോലും 2 പേജ് ദിവസം വായിച്ചാൽ മതി. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ്, ഭയങ്കര ആവേശത്തിൽ ഞാൻ 10 പേജ് വായിക്കും. വേണ്ട, നീ 2 പേജ് വായിച്ചാൽ മതി. എന്താ അതങ്ങനെ തന്നെ. നീ തുടക്കക്കാരൻ ഒന്നാകെ 10 പേജ് വായിച്ചാൽ കുഴപ്പമെന്ന് വെച്ചാൽ ഒരാഴ്ച കൊണ്ട് അടപടൽ അവൻ്റെ വായന നിർത്തും, പിന്നെ വായിക്കുകയില്ല. അതിനേക്കാൾ നല്ലത് 2 പേജ് സ്ഥിരമായിട്ട് വായിക്കുക. അത് പിന്നെ മെല്ലെ 3 പേജാക്കാം, മെല്ലെ 4 പേജാക്കാം. അങ്ങനെ പറ്റും. അപ്പോൾ എല്ലാത്തിനും അതിൻ്റേതായ ഒരു മാത്തമാറ്റിക്സ് നമ്മൾ പറയാറില്ല. അതുപോലെ ആ ഒരു രീതി നമ്മൾ സ്വീകരിക്കണം. ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.